ഏലിയാവും വിധവയുടെ എണ്ണയും. 1 രാജാക്കന്മാർ 17 ക്ഷാമകാലത്ത് ഏലിയാവിനെയും ഒരു വിധവയെയും കുറിച്ചുള്ള കഥ കാണാം. ദൈവം ഏലിയാവിനോട് സാരേഫത്തിലേക്ക് പോകാൻ കൽപ്പിച്ചു. അവിടെ ഒരു വിധവ അവനെ ഭക്ഷിപ്പിക്കുമെന്ന് ദൈവം അറിയിച്ചു. ഏലിയാവ് അവിടെ എത്തിയപ്പോൾ ഒരു വിധവ അവിടെ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ അത്യന്തം ദരിദ്രയായിരുന്നു. അല്പം മാവും അല്പം എണ്ണയും മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അവൾ പറഞ്ഞത് അവയും കൊണ്ട് താനും മകനും ഒരിക്കലും അവസാനിക്കുന്ന ഒരു ഭക്ഷണം കഴിച്ച് പിന്നെ മരിക്കാനാണ് കരുതുന്നതെന്നാണ്. ഏലിയാവ് അവളോട് ആദ്യം തനിക്ക് വേണ്ടി ഒരു ചെറിയ അപ്പം ഉണ്ടാക്കി തരാൻ ആവശ്യപ്പെട്ടു. പിന്നെ അവൾക്കും മകനും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അത് അസാധാരണമായ അഭ്യർത്ഥനയാണ് തോന്നിയെങ്കിലും ഏലിയാവ് ദൈവത്തിൻ്റെ വാഗ്ദാനം ഉറപ്പിച്ചു പറഞ്ഞു, ക്ഷാമം തീരുന്നതുവരെ മാവും എണ്ണയും കുറയുകയില്ല. വിധവ അവൻ്റെ വാക്കിൽ വിശ്വസിച്ചു അനുസരിച്ചു. അത്ഭുതകരമായി മാവും എണ്ണയും ഒരിക്കലും തീർന്നില്ല. ഓരോ ദിവസവും അവൾക്കും മകനും ഏലിയാവിനും മതിയായ ആഹാരം ലഭിച്ചു. മരണം പ്രതീക്ഷിച്ച അവസ്ഥ ദൈവവിശ്വാസത്തിലൂടെ ജീവനും പരിപാലനവും ആയി മാറി. ഈ കഥ നമ്മെ പ്രധാന പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്നാമതായി, അഭാവത്തിൽ പോലും ദൈവം വിശ്വസ്തനാണെന്ന് കാണിക്കുന്നു. സാധ്യമല്ലെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലും അവന് പരിപാലിക്കാനാകും. രണ്ടാമതായി, അനുസരണയും വിശ്വാസവും എത്ര പ്രധാനമാണെന്ന് വ്യക്തമാക്കുന്നു. വിധവയ്ക്ക് വളരെ കുറവേ ഉണ്ടായിരുന്നെങ്കിലും ആദ്യം ദൈവത്തിനായി കൊടുത്തപ്പോൾ അവൻ അവശേഷിച്ചതിനെ വർദ്ധിപ്പിച്ചു. മൂന്നാമതായി, ദൈവം ചെറിയ വിഭവങ്ങളുള്ള സാധാരണ മനുഷ്യരെ പോലും തൻ്റെ മഹത്വം കാണിക്കാനായി ഉപയോഗിക്കുന്നവനാണ്. നമ്മൾ ഉള്ളത് ദൈവത്തിന് സമർപ്പിച്ചാൽ അവൻ അതിനെ വളർത്തുകയും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യും. കഠിന സാഹചര്യങ്ങളിലും അനുസരണം അനുഗ്രഹങ്ങൾക്കും അത്ഭുതങ്ങൾക്കും വാതിൽ തുറക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.